രജനികാന്തിന് ശേഷം തമിഴകത്ത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട നടനാണ് വിജയ്. സ്റ്റൈല് കൊണ്ടും കഥാപാത്രങ്ങളുടെ സിനിമകളുടെ ആൾക്കൂട്ട ആഘോഷം കൊണ്ടും തെന്നിന്ത്യയിലെ ഏറ്റവും ജനപ്രിയ നടൻ. ആൾക്കൂട്ടത്തെ ഇളക്കിമറിക്കാനും തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാനും കഴിവുള്ള താരം. വിജയ് സിനിമകളുടെ റിലീസ് മാത്രമല്ല, ചിത്രങ്ങളുടെ ഓരോ അപ്ഡേറ്റുകളും ആരാധകർക്ക് ഉത്സവമാണ്. ഓരോ ചിത്രത്തിൻ്റെയും പ്രഖ്യാപനം, ടൈറ്റിൽ ലോഞ്ച്, ഷൂട്ടിംഗ് വിവരങ്ങൾ, ലൊക്കേഷൻ ചിത്രങ്ങൾ, പോസ്റ്റ് പ്രൊഡക്ഷൻ, ചിത്രത്തിൻ്റെ ടീസർ, ട്രailer, ഓഡിയോ ലോഞ്ച്, അങ്ങനെ തിയേറ്ററിലെത്തുന്നതുവരെ സോഷ്യൽ മീഡിയ വിജയ് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കും. വിജയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് വെങ്കിട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. സയൻസ് ഫിക്ഷൻ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ താരം ഇരട്ട വേഷത്തിലാണ് എത്തുന്നത്. ഒന്ന് 19-കാരനായാണ്. ക്ലീൻ ഷേവിൽ താരം ആരാധകരോടൊപ്പം നിൽക്കുന്ന സെൽഫിയാണ് ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നത്. വിജയുടെ 68ാമത്തെ ചിത്രമാണ് ദി ഗോട്ട്. ഡിസംബർ 31-നായിരുന്നു ചിത്രത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചത്. പിന്നാലെ ഇറങ്ങിയ പോസ്റ്ററുകളും വൻ ഹിറ്റായി. ചിത്രത്തിൽ സർപ്രൈസ് കാമിയോകളും ഉണ്ടാകുമെന്നാണ് സൂചന. ടീനേജ് വിജയെ കാണാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരും. എന്തായാലും വമ്പൻ മേക്ക് ഓവറിലായിരിക്കും വിജയ് പുതിയ ചിത്രത്തിൽ ഉണ്ടാവുക എന്ന് ഉറപ്പായിട്ടുണ്ട്. വിജയെ 19-കാരനാക്കാൻ ഏകദേശം 6 കോടിയോളം ചെലവഴിക്കാനാണ് ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ തീരുമാനിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന ചിത്രത്തിൻ്റെ OTT അവകാശം വൻ തുകക്ക് വിറ്റുപോയിരിക്കുന്നു എന്നതാണ് പുതിയ റിപ്പോർട്ട്. 125 കോടിയിലേറെ രൂപയാണ് ചിത്രത്തിൻ്റെ തമിഴ്, തെലുങ്ക്, മലയാളം പതിപ്പുകൾക്ക് ലഭിച്ചതെന്നാണ് വിവരം. നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നത്. അതേസമയം ചിത്രത്തിൻ്റെ ഹിന്ദി OTT റൈറ്റ്സ് പ്രത്യേക വിലക്ക് തനിയെ വിൽക്കാനും നിർമ്മാതാക്കൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതോടെ ദി ഗോട്ട് OTT റൈറ്റ്സിലൂടെ മാത്രം 200 കോടി കടന്നേക്കുമെന്നാണ് തമിഴ് മാധ്യമങ്ങളിലെ വാർത്ത. ഇതിനു മുമ്പ് തമിഴിൽ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സിന് കിട്ടിയ കൂടിയ തുക വിജയുടെ ലിയോക്കായിരുന്നു. പക്ഷേ ഇതെല്ലാം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം മറികടക്കുമെന്ന് ഇതിനോടകം ഉറപ്പായിട്ടുണ്ട്. സ്നേഹയാണ് ചിത്രത്തിൽ വിജയുടെ നായികയായി എത്തുന്നത്. 2003 പുറത്തിറങ്ങിയ വസീകരയിലാണ് ഇരുവരും അവസാനമായി ഒന്നിച്ചത്. 21 വർഷങ്ങൾക്ക് ശേഷമാണ് സ്നേഹ വിജയ് കോംബോ വീണ്ടും എത്തുന്നത്. സയൻസ് ഫിക്ഷൻ ചിത്രത്തിനായി തിരക്കഥ ഒരുക്കുന്നത് കെ ചന്ദ്രുവും ഏഴിലേറെ ഗുണശേഖരനുമാണ്. വിദേശ ലൊക്കേഷനിലടക്കം ചിത്രീകരിക്കുന്ന ഗോട്ട് ബിഗ് ബജറ്റിലാണ് ഒരുക്കുന്നത്. മീനാക്ഷി ചൗധരി, ലൈല, പ്രശാന്ത്, പ്രഭുദേവ, മോഹൻ തുടങ്ങി പ്രമുഖ താരങ്ങളും അണിനിരക്കുന്നുണ്ട്. ഈ വർഷം തന്നെ ചിത്രം തിയേറ്ററുകളിലെത്തും. അതേസമയം വിജയ് അറ്റ്ലിയുമായി വീണ്ടും ഒന്നിക്കുന്നുവെന്നാണ് പുതിയ വാർത്തകൾ. ചിത്രത്തിൽ ഷാരൂഖും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടെന്നാണ് വിവരം.